ഹായ്, ശരത്താണ്. കമ്പനികളിലൊക്കെ Q4 റിസൾട്ട് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ട്രാക്ക് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ നല്ല നമ്പേഴ്സാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ നല്ല നമ്പേഴ്സൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ മാക്സിമം ഫണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് ഫണ്ട് എടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾക്ക് ആഡ് ചെയ്യുകയാണ് ഞാൻ നോർമലി റിസൾട്ട് സമയത്ത് ചെയ്യാറ്. സോ അതേ രീതി തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ല മാർക്കറ്റിന് ഇപ്പോൾ ഉള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ ഈ വാർ കൊണ്ടുണ്ടാകുന്ന സിറ്റുവേഷൻ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് നോക്കാറില്ല. കമ്പനികളുടെ പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ സ്റ്റോക്കുകൾ കട്ട് ചെയ്യുക. അതായത് അവരുടെ റിസൾട്ടിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പെർഫോമൻസിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്നായിട്ട് റിസൾട്ട് ഈ ഒരു ക്വാർട്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നോർമലി ഞാൻ എല്ലാ റിസൾട്ട് സമയത്തും ചെയ്യാറ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല നമ്പേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കമ്പനികൾ. നമുക്ക് അവരുടെ എല്ലാം വീഡിയോസ് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ അപ്ഡേറ്റിനെ പറ്റിയാണ്. നല്ലൊരു അപ്ഡേറ്റ് ആണ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ വന്നിരിക്കുന്നത്. 64% റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അവർ ഇത്രയും വലിയ ഹൈ ബേസിന്റെ മുകളിൽ അവർ 64% ഗ്രോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാറിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാണ് കല്യാണിന്റെ ഇന്റർനാഷണൽ ബിസിനസിനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം UAE ബിസിനസ്സുകളെയൊക്കെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കല്യാണിന്റെ ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് 64% ഓവറോൾ റവന്യൂ ഗ്രോത്ത് വന്ന സമയത്ത് അവർക്ക് ഏകദേശം 65% ഇന്ത്യൻ ബിസിനസ്സിലെ ഗ്രോത്തും അതേപോലെ തന്നെ 45% ഇന്റർനാഷണൽ ബിസിനസ്സിലാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ UAE ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 39% ഗ്രോത്ത് അവർ കാണിച്ചിട്ടുണ്ട് ഈ ബിസിനസ് അപ്ഡേറ്റിൽ. ഷോറൂമിൽ ചെറിയ രീതിയിലുള്ള വോളിയത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാർച്ച് തുടക്കം തൊട്ട് ഒരു മിഡ് മാർച്ച് വരെയുള്ള സമയത്ത് വോളിയത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം റംസാന്റെ ഒരു സമയമൊക്കെ ആയ സമയത്ത് നല്ല രീതിയിൽ വോളിയംസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാറ് കാര്യങ്ങളൊന്നും ഈ കല്യാണം എന്ന് പറഞ്ഞ ബിസിനസിനെ അഫക്ട് ചെയ്തിട്ടില്ല. പിന്നെ അവരെ അഫക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഷോറൂം ഓപ്പണിങ്ങിന്റെ കൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിരുന്ന ടാർഗറ്റിലേക്ക് അവർക്ക് മീറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അത് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്ലൈ ചെയിനിൽ ചെറിയ ഡിസ്ട്രപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ട് അവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നത് ഏകദേശം 90 കല്യാണിന്റെ ഷോറൂംസും 80 കാൻഡിയർ ഷോറൂംസും ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യമാണ്. ഈ ഒരു ക്വാർട്ടർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ നോക്കി കഴിഞ്ഞാൽ അവർ ഏകദേശം 50 കല്യാൺ ഷോറൂംസ് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടർ വരെ ഓപ്പൺ ചെയ്തത്. ഈ ഒരു ക്വാർട്ടർ ആയപ്പോൾ അവർ ഏകദേശം 28 പുതിയ കല്യാൺ ഷോറൂംസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഏകദേശം 78 ഷോറൂംസ് ഓപ്പൺ ചെയ്തു. അതിൽ 4 ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ 78 ഓപ്പൺ ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ഏകദേശം ഒരു 12 ഷോറൂംസ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അവർ ഈ പറഞ്ഞ 90 എന്ന് പറഞ്ഞ ഗൈഡൻസിലേക്ക് എത്തിയേനെ. പക്ഷെ അതിന്റെ റീസൺ ആണ് മാനേജ്മെന്റ് പറഞ്ഞത് സപ്ലൈ ചെയിനിൽ ഉണ്ടായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണിന്റെ ഷോറൂംസിന്റെ എണ്ണത്തിൽ വലിയ കുറവ് കാര്യങ്ങളല്ല. അവർ ഓപ്പണിംഗ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ ടാർഗറ്റ് വലിയ രീതിയിലല്ല മിസ്സായിരിക്കുന്നത്. പക്ഷെ കാൻഡിയറിന്റെ കാര്യം നോക്കിയാൽ അവർ 80 ഷോറൂംസ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ ഏകദേശം 51 ഷോറൂംസ് ആണ് മൊത്തം ഓപ്പൺ ചെയ്തത്. ഈ ഒരു ക്വാർട്ടറിൽ 14 ഷോറൂംസ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ടോട്ടൽ 51 ഷോറൂംസ് ആണ് കാൻഡിയറിൽ ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ കാൻഡിയറിന്റെ ഷോറൂം ഓപ്പണിംഗ് കുറച്ച് കുറവായിട്ട് വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് കൃത്യമായിട്ട് അതിന്റെ കമന്റ് കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലും മാനേജ്മെന്റ് ഈ പറഞ്ഞ ഷോറൂംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേന് കമ്പനിയുടെ റവന്യൂന്റെ കാര്യത്തിലാണെങ്കിലും പ്രോഫിറ്റിന്റെ കാര്യത്തിലൊക്കെയാണെങ്കിലും മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നതിന് മുകളിൽ അവരിപ്പോൾ ഉള്ള ഷോറൂം കമ്പനി തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് അവർ ഈ ഒരു രീതിയിലുള്ള ഗൈഡൻസ് തന്നെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഈസി ആയിട്ട് 40% മുകളിൽ തന്നെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ നോക്കി കഴിഞ്ഞാൽ തന്നെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 42%. ഇത്രയും വലിയൊരു ബേസിന് മുകളിൽ അവർ 42% ഗ്രോ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് എവർ റവന്യൂ ഗ്രോത്ത് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അവർ ഈ പറഞ്ഞ 42% മുകളിലുള്ള റവന്യൂ ഗ്രോത്ത് വന്നിട്ടില്ല കമ്പനിയിൽ. അപ്പോൾ ഇത്രയും വലിയ ബേസിന് മുകളിൽ തന്നെയാണ് കമ്പനി ഈ രീതിയിലുള്ള ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 64% റവന്യൂ ഗ്രോത്തിനകത്ത് ഏകദേശം 45%-ഓളം SSSG എന്നാണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതായത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ആണ് 45%-ഓളം വന്നിരിക്കുന്നത്. ഓൾറെഡി ഉള്ള 1 ഇയറിന് മുകളിലായിട്ടുള്ള ഷോറൂമുകളിൽ നിന്ന് വന്നിരിക്കുന്ന റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 45% ഉണ്ടെന്നാണ്. പുതിയ ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് വോളിയം ഗ്രോത്ത് അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോറൂംസിൽ നിന്നും ഈ പറഞ്ഞ 45%-ഓളം ഗ്രോത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഗ്രോത്ത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഗോൾഡിൽ വന്നിരിക്കുന്ന പ്രൈസിന്റെ ഇൻക്രീസ് ആണ്. ഏകദേശം 70%-ഓളം ഗോൾഡിന്റെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. 70-80%-ഓളം ഗോൾഡ് പ്രൈസ് ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയപ്പോൾ ഏകദേശം 20% മേളിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കമ്പനി ഈ പറയുന്ന ഗോൾഡിന്റെ പ്രൈസ് കൊണ്ട് മാത്രമല്ല അവർ ഈ ഗ്രോത്ത് വരുന്നത്. കാരണം അവർ മെയിനായിട്ട് അവർ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോൾഡിന്റെ പ്രൈസിൽ വേരിയേഷൻ വന്നാലും ഇപ്പോൾ പ്രൈസ് താഴേക്ക് പോയാലും കമ്പനിക്ക് ഈ ഒരു ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ കമന്റ് നമുക്ക് കേട്ടേ പറ്റുള്ളൂ. അത് ഫുൾ റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് അടുത്തൊരു 1 മാസം 1.5 മാസത്തിനുള്ളിൽ തന്നെ മാനേജ്മെന്റ് കമന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് എങ്ങനെ ഗ്രോ ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് പറ്റും. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ നല്ല റിസൾട്ട് അപ്ഡേറ്റ് തന്നെയാണ് കമ്പനിയുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 64% റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കമ്പനി. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അവർ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ റിസൾട്ടിനെ മാനേജ്മെന്റ് കമ്മിറ്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.